വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചീരയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചീര പറിച്ചിട്ട് വരാം. നമ്മൾ നട്ട് വളർത്തിയ ചുവന്ന ചീരൻ്റെ അത് നമുക്ക് മുറിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ പൂവും ഞാരും ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ചെറിയ ഞാരൊക്കെ ഉണ്ടാവും, പൂവുണ്ടാവും, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ചക്കക്കുരു ഇട്ടിട്ടാണ് കേട്ടോ ചീര വയ്ക്കുന്നത്. അതും വെള്ളത്തിലിട്ട് നമ്മൾ തൊലി കളഞ്ഞൊഴിക്കുക. ചീര ഓരോന്നായിട്ടെടുത്ത് ചിലപ്പോൾ ഇങ്ങനെ ഓരോ പൊട്ടലകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ചീരയുടെ തണ്ടൊക്കെ ചെറുതായിട്ട് പൊളിച്ചിട്ടരിയുക, പെട്ടെന്ന് വാടിക്കോളും. അരിഞ്ഞെടുത്ത ചീര ഓരോ തണ്ടായിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞ് മാറ്റിയെടുക്കാം. അരിഞ്ഞെടുത്ത ചീര നമുക്കിനി കാച്ചാൻ വയ്ക്കാം. ചീനച്ചട്ടിയെടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിടുക. പിന്നെ അരിഞ്ഞെടുത്തിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർക്കുക. ഉള്ളി ഒന്ന് മൂത്ത് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ കരിവേപ്പില, നാളികേരം കുറച്ച് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നാളികേരം ഒന്നിങ്ങനെ മൂത്ത് വരാനാകുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് അതിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ചേർക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചീര പതുക്കെ ഇളക്കി കൊടുക്കുക. ചീര പിന്നെ പെട്ടെന്ന് വാടി വരുന്നത് കാരണം അധികം സമയമൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ചീര. പിന്നെ ചീരയിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു ചേർത്ത് കൊടുക്കുക. ചീരയും ചക്കക്കുരു ചേർത്ത് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചക്കക്കുരു ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുക. മിക്സ് ആയതിനു ശേഷം പെട്ടെന്ന് വാടിക്കഴിയും ചീര. അങ്ങനെ ചീരക്കറി നമ്മൾ റെഡിയാക്കിയാണ്. ചീരയും ചക്കക്കുരും തോരനും റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ വാട്ടയിട്ട് ഡേ ആണ്. വാട്ടയിട്ട് ഡേയിൽ എന്താ ഇന്ന് ചീരത്തോരനുണ്ട്, മോരുകറി ഉണ്ട്, അച്ചാറുണ്ട്, മാങ്ങച്ചാറുണ്ട്, കോവയ്ക്ക വറുത്തതുണ്ട്, പിന്നെ ഉപ്പിലിട്ട്